പ്രിയ കുട്ടികളെ, 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഒരു മനുഷ്യൻ എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു അനുഭവ കഥയാണ് ഇതിൽ വിവരിക്കുന്നത്. അതായത് പരിഷ്കാരിയെന്നും കേമനെന്നും നമ്മൾ വിചാരിക്കുന്ന പലരിൽ നിന്നും സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും അതേപോലെ തന്നെ പാവങ്ങളെന്ന് കരുതുന്നവരിൽ നിന്നും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നല്ല കാര്യങ്ങളും മറ്റുമാണ് ഈ കഥയിൽ അദ്ദേഹം വിവരിക്കുന്നത്. ഞാൻ ഈ കഥയൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ. നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല. ദൂരദേശങ്ങളിൽ അലയുകയാണ്. കയ്യിൽ കാശില്ല. ഭാഷ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം. എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ്. അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും പെടും, പല സാഹസ പ്രവർത്തികളും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരു ആപത്തിലാകപ്പെട്ടു. അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു. കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും. അയാൾ എന്തിനങ്ങനെ ചെയ്തു? ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തെപ്പറ്റി ഏതാണ്ട് അവ്യക്തമായ ഒരു അറിവെനിക്കുണ്ട്. എൻ്റെ ചുറ്റുമുള്ളവരിൽ നല്ലവരുണ്ട്, മഹാക്രൂരന്മാരും കള്ളന്മാരുമുണ്ട്. സാംക്രമിക രോഗമുള്ളവരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. പൊതുവിൽ എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണം. തിന്മയാണ് ഈ ലോകത്തിൽ അധികവും. എന്നാൽ ഇത് നമ്മൾ മറന്നുപോകും. അപകടം പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക. ഞാൻ ആ വളരെ വളരെ പഴയ കൗതുകമുള്ള നിസാര സംഭവം ഇവിടെ പറയാം. ഇവിടെ നിന്ന് ഏതാണ്ട് 1500-2500 മൈൽ ദൂരെ പർവ്വതനിരകളുടെ താഴ്വരയിലുള്ള ഒരു വലിയ നഗരം. അവിടെയുള്ളവർ പണ്ടുകാലം മുതൽക്ക് ദയയ്ക്ക് അത്ര പേരുകേട്ടവരല്ല, ക്രൂരതയുള്ളവരാണ്. കൊലപാതകം, കൂട്ടക്കവർച്ച, പോക്കറ്റടി ഇതെല്ലാം നിത്യസംഭവങ്ങളാണ്. പരമ്പരയായി അവിടെയുള്ളവർ പട്ടാളക്കാരാണ്. ബാക്കിയുള്ളവർ ദൂരെ പുറം രാജ്യങ്ങളിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായും മില്ലുകൾ, വലിയ ഓഫീസുകൾ, ബാങ്കുകൾ മുതലായവയുടെ ഗേറ്റ് കീപ്പർമാരായും കഴിയുന്നു. പണം അവിടെയും വലിയ കാര്യമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും. ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ, വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ്. ഉദ്യോഗമുണ്ട്. രാത്രി 9:30 മണി മുതൽ 11 മണി വരെ കുറേ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അഡ്രസ്സ് എഴുതാൻ മാത്രമാണ്. ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ്. പോസ്റ്റ് ഓഫീസുകളിൽ ഈ അഡ്രസ്സ് എഴുത്തുകാരെ കാണാം. അവർക്ക് അഡ്രസ്സിന് ₹1/4 മുതൽ ₹1/2 വരെ ഫീസാണ്. അതിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി വന്നാൽ വല്ലതും ചുളിവിൽ സമ്പാദിക്കാനുമാണ് ഈ അഡ്രസ്സ് വിദ്യാഭ്യാസം. ആ കാലത്ത് ഞാൻ പകൽ 4 മണിക്കേ ഉണരൂ. ഇത് വേറെ ചിലത് ലഭിക്കാനാണ്. കാലത്തെ ചായ, ഉച്ചയ്ക്ക് ഊണ്, അങ്ങനെ പതിവ് പോലെ ഞാൻ 4 മണിക്ക് ഉണർന്നു. ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്കിറങ്ങി. ഇറക്കം ഫുൾ സ്യൂട്ടിലാണെന്ന് വിചാരിക്കണം. എൻ്റെ കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട്. അതിൽ ₹14 അതാണ് എൻ്റെ ജീവിതത്തിലെ ആകെ സ്വത്ത്. ഞാൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കിത്തിരക്കി ഒരു ഹോട്ടലിൽ കയറി. ഊണ് എന്ന് പറഞ്ഞാൽ വയറ് നിറയെ ചപ്പാത്തിയും ഇറച്ചിയും തിന്നു. ഒരു ചായയും കുടിച്ചു. ആകെ ഏതാണ്ട് ₹3.25 ബില്ല്. കാലം അതാണെന്ന് ഓർക്കണം. ഞാൻ അത് കൊടുക്കാനായി കോട്ട് പോക്കറ്റിൽ കൈയിട്ടു. ഞാൻ ആകെ വിയർത്തു. വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ കോട്ട് പോക്കറ്റിൽ പേഴ്സില്ല. ഞാൻ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു. വളരെ ബഹളമുള്ള ഹോട്ടലാണ്. ഹോട്ടൽക്കാരൻ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിൽ ഒന്ന് ചിരിച്ചു. എന്നിട്ട് എൻ്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ച് എന്നെ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞു, ഇതിവിടെ ചെലവാക്കാൻ ഉദ്ദേശിക്കല്ലേ, പണം വെച്ചിട്ട് പോ, നിൻ്റെ കണ്ണിയാൻ ചുരന്നെടുക്കും അല്ലെങ്കിൽ. ഞാൻ സദസ്സിലേക്ക് നോക്കി. ദയുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല. വിശന്ന ചെന്നായ്ക്കളെ പോലുള്ള നോട്ടം. കണ്ണ് ചുരന്നെടുക്കുമെന്ന് പറഞ്ഞാൽ കണ്ണ് ചുരന്നെടുക്കും. ഞാൻ പറഞ്ഞു,
എൻ്റെ കോട്ട് അവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി പണം കൊണ്ടുവരാം. ഹോട്ടൽക്കാരൻ വീണ്ടും ചിരിച്ചു. എന്നോട് കോട്ട് ഊരാൻ പറഞ്ഞു. ഞാൻ കോട്ട് ഊരി. ഷർട്ടും ഊരാൻ പറഞ്ഞു. ഞാൻ ഷർട്ട് ഊരി. ഷൂസ് രണ്ടും അഴിച്ചു വയ്ക്കാൻ പറഞ്ഞു. ഞാൻ ഷൂസ് രണ്ടും അഴിച്ചു വെച്ചു. ഒടുവിൽ ട്രൗസർ അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പരിപൂർണ നഗ്നനാക്കി കണ്ണുകൾ ചുരന്നെടുത്ത് വെളിയിൽ അയക്കാനാണ് തീരുമാനം. ഞാൻ പറഞ്ഞു, അടിയിലൊന്നുമില്ല. എല്ലാവരും ചിരിച്ചു. ഹോട്ടൽക്കാരൻ പറഞ്ഞു, എനിക്ക് സംശയമാണ്, അടിയിൽ എന്തെങ്കിലും കാണും. ഒരു 50 പേർ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, അടിയിൽ എന്തെങ്കിലും കാണും. എൻ്റെ കൈകൾ അനങ്ങുന്നില്ല. ഞാൻ ഭാവനയിൽ കണ്ടു 2 കണ്ണുമില്ലാത്ത നഗ്നനായ ഒരുവൻ ആൾബഹളത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്നു. അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ്. അവസാനിക്കട്ടെ. ഞാൻ ഈ സംഭവത്തിന് പോട്ടെ. ലോകങ്ങളുടെ സൃഷ്ടാവേ, എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. സംഭവം ശുഭം. എല്ലാം ശുഭം, മംഗളം. ഞാൻ ട്രൗസറിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഖനത്തോടുള്ള ഒരു ശബ്ദം കേട്ടു. നിൽക്കൂ, ഞാൻ പണം തരാം. എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി. ചുവന്ന തലപ്പാവും കറുത്ത കോട്ടും വെള്ള കാൽശരായികളുമുള്ള ഒരു വെളുത്ത 6 അടി പൊക്കക്കാരൻ, കൊമ്പൻ മീശയും നീലക്കണ്ണുകളും. ഈ നീലക്കണ്ണുകൾ അവിടെ സാധാരണമാണ്. അയാൾ മുന്നോട്ട് വന്ന് ഹോട്ടൽക്കാരനോട് ചോദിച്ചു, എത്രയുണ്ടെന്നാണ് പറയുന്നത്? 3/4 രൂപയോളം. അതയാൾ കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എല്ലാം ധരിക്കൂ. ഞാൻ ധരിച്ചു. വരൂ, അയാൾ എന്നെ വിളിച്ചു. ഞാൻ കൂടെ പോയി. എൻ്റെ നന്ദി അറിയിക്കുവാൻ വാക്കുകളുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങ് ചെയ്തത് വലിയൊരു കാര്യമാണ്. ഇത്ര ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അയാൾ ചിരിച്ചു. പേരെന്താ? അയാൾ ചോദിച്ചു. ഞാൻ പേര്, നാട്, ഇതൊക്കെ പറഞ്ഞു. ഞാൻ ആ മനുഷ്യൻ്റെ പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേരില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ ദേവ് എന്നായിരിക്കും പേര്. അയാൾ ചിരിച്ചില്ല. ഞങ്ങൾ അങ്ങനെ നടന്ന് വിജനമായ ഒരു പാലത്തിൽ ചെന്ന് ചേർന്നു. അയാൾ ചുറ്റിലും നോക്കി. മറ്റാരും അടുത്തൊന്നുമില്ല. അയാൾ പറഞ്ഞു, നോക്ക്, തിരിഞ്ഞു നോക്കാതെ പോകണം. എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് പറയണം. എനിക്ക് കാര്യം മനസ്സിലായി. അയാൾ 2-3 പോക്കറ്റുകളിൽ നിന്ന് 5 പേഴ്സുകൾ എടുത്തു. 5, കൂട്ടത്തിൽ എൻ്റേതും. ഇതിൽ ഏതാണ് നിങ്ങളുടേത്? എൻ്റേത് ഞാൻ തൊട്ട് കാണിച്ചു. തുറന്നു നോക്കൂ. ഞാൻ തുറന്നു നോക്കി. പണമെല്ലാം ഭദ്രമായി അതിലുണ്ട്. ഞാൻ അത് എൻ്റെ പോക്കറ്റിലിട്ടു. അയാൾ എന്നോട് പറഞ്ഞു, ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാനും പറഞ്ഞു, ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ. മംഗളം. ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു അനുഭവ കഥ. വളരെ രസകരമാണ്, എന്നാൽ വളരെ ചിന്തിക്കേണ്ടതുമാണ്. ആ ഒരു മനുഷ്യൻ വലിയ മാന്യനായിട്ട് തോന്നി, പക്ഷേ പുള്ളി കള്ളനായിരുന്നു. നിങ്ങൾ ഈ പാഠത്തിൽ വായിക്കാൻ കണ്ടെത്താം, ഔചിത്യം ചർച്ച ചെയ്യൂ, സവിശേഷത കണ്ടെത്താം, പദപരിചയം, ടെലിഫിലിം കാണാം, വിലയിരുത്താം എന്നുള്ള ഭാഗങ്ങൾ സാധിക്കുന്നിടത്തോളം നിങ്ങളത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഞാനിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ തന്ന സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനങ്ങൾ, അതുപോലെ തന്നെ ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് പദങ്ങളും അർത്ഥവാക്യങ്ങളും പൂർണ്ണവാക്യങ്ങളും നിർമ്മിക്കുന്ന കാര്യം മറക്കാതെ ചെയ്യണം. അറിയാവുന്നവരും അറിയാത്തവരും അത് പൂർണ്ണമായിട്ടും ചെയ്യണം. അത് 2-3 ആഴ്ചത്തോളം ഉള്ള വർക്കുണ്ട്. സാവകാശം നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അത് ചെയ്ത് പിന്നീട് ഞാനത് ചെക്ക് ചെയ്യുന്നതായിരിക്കും എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.